കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളിൽ AICC നേതൃത്വത്തെ ആശങ്ക അറിയിച്ച UDF ഘടകകക്ഷികൾ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി മുസ്ലിം ലീഗ് RSP നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചകളിലാണ് ഇക്കാര്യം ചർച്ചയായത്. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രകടിപ്പിക്കണം എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞുമാറി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അവർ നടത്തുന്ന ചർച്ചയല്ലേ, തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ ചർച്ചയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ കഴിയില്ല. കോൺഗ്രസിലെ ഐക്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതാണ് ഞാൻ പറഞ്ഞത്, UDFനെ കുറിച്ചൊരു പോസിറ്റീവ് ഒരു അഭിപ്രായം ഇപ്പോൾ ഇല്ലെന്നല്ല, അത് കുറെ കൂടെ ഇതുണ്ടാണ്. പിന്നെ ഇത്തരം രാഷ്ട്രീയമെല്ലാമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിൽ വ്യക്തികളെ കുറിച്ചോ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശവും നടന്നിട്ടില്ല. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, കേവലം കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ചില നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ വേണ്ടി തന്നെ ദീപാദാസ് മുൻഷിയോട് പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിലെ ഐക്യത്തിന്റെ അഭാവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിട്ടാൽ ഉണ്ടാകാവുന്ന തിരിച്ചടികൾ സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അത് ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്താണ് ലീഗ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ആശങ്ക? അതിന് ഹൈക്കമാൻഡ് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? വിജയകുമാർ, കഴിഞ്ഞ 2 ദിവസമായി UDFിലെ ഘടകകക്ഷി നേതാക്കളുമായി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡ് എന്ന നിലയിൽ തന്നെ ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് മുന്നണി നേതാക്കൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിൽ മുസ്ലിം ലീഗ് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. കോൺഗ്രസിലെ ഐക്യമില്ലായ്മ പുറത്ത് പൊതുസമൂഹത്തിന് മുൻപിൽ പ്രശ്നമായി നിൽക്കുന്നുണ്ട്, അത് മാറ്റണം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അത് വിജയിക്കുകയും വേണം എന്നുള്ളതാണ്. ഇന്ന് RSP നേതാക്കളും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസിൽ മുൻപില്ലാത്ത വിധത്തിലുള്ള ഒരു ഐക്യം കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പോസിറ്റീവായ ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ളതാണ് RSP ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റു ചില ചർച്ചകൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പിനേക്കും പാർട്ടി വളരെ വേഗത്തിൽ ഒരുങ്ങണം. ഒപ്പം തന്നെ സീറ്റ് വിഭജനം ഉൾപ്പെടെ നേരത്തെ പൂർത്തിയാക്കണം. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് കോൺഗ്രസ് കൂടി വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് ഈ മുന്നണികളെല്ലാം സ്വീകരിച്ച നിലപാട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായും നേതാക്കൾ എല്ലാവരും പറഞ്ഞത് കോൺഗ്രസിലെ തർക്കം അവസാനിപ്പിക്കണം, തർക്കം അവസാനിച്ചു എന്നുള്ള സത്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നീ കാര്യങ്ങളാണ്. ഇനി കോൺഗ്രസിൽ തർക്കം ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡിന് വേണ്ടി മറ്റു നേതാക്കളെ അറിയിക്കുന്നതായി ദീപാദാസ് മുൻഷിയും ഈ ഘടകകക്ഷികളെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കോൺഗ്രസും മറ്റ് ഘടകകക്ഷി നേതാക്കളും തമ്മിലുള്ള ഒരു ചർച്ച ഉണ്ടായത്. അതിനെയും പോസിറ്റീവായി കാണുന്നു എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇന്നലെ ചർച്ച നടന്നത് PJ ജോസഫ് ഒപ്പം തന്നെ അനൂപ് ജേക്കബ് തുടങ്ങിയ നേതാക്കളുമായിട്ടായിരുന്നു. CP ജോണിനും PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരത്തെ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിൽ ഈ ചർച്ചകളൊക്കെ പോസിറ്റീവായി തന്നെ മാറുന്നു എന്നുള്ളതാണ് UDFിലെ തന്നെ വിലയിരുത്തൽ. ഈ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൂടി, കോൺഗ്രസ് നേതാക്കളെ കൂടി നേരിൽ കാണാൻ ദീപാദാസ് മുൻഷി ഒരുങ്ങുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം, ഈ മുന്നണി നേതാക്കൾ പറഞ്ഞ ആശങ്കകളെല്ലാം കോൺഗ്രസ് നേതാക്കൾക്ക് മുൻപിൽ വെക്കും. അതിനുശേഷം തുടർന്ന് അങ്ങനെ ഒരു തർക്കം ഉണ്ടാകരുത് എന്നൊരു മുന്നറിയിപ്പും താക്കീതും കൂടി ഹൈക്കമാൻഡ് എന്ന നിലയിൽ നൽകും. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഘടകകക്ഷി നേതാക്കളുമായുള്ള ദീപാദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ച തുടരുകയാണ്.